ഇപ്പോഴും ഒരുപാട് മക്കൾക്കുള്ള കൺഫ്യൂഷനാണ് ഏത് രീതിയിൽ എക്സാം എഴുതിയാലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. നിങ്ങൾക്ക് എപ്പോഴും പീരിയോഡിക്കലി ആയിക്കോട്ടെ, ചിലപ്പോൾ മന്ത്ലി ആയിക്കോട്ടെ, ചിലപ്പോൾ വീക്ക്ലി ആയിക്കോട്ടെ, എക്സാംസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഹൗ ടു റൈറ്റ് എക്സാംസ് ടു സ്കോർ ബെറ്റർ മാർക്സ് എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഏത് രീതിയിൽ എക്സാം എഴുതിയാലാണ് നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റുക. അത് നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്താലോ. ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. സോ മക്കൾ ഇപ്പോൾ വീഡിയോ കാണുന്നവർ എല്ലാ ഫ്രണ്ട്സിലേക്കും നമ്മുടെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ടത് റൈറ്റ് ടു ദ പോയിന്റ് ആൻസേഴ്സ്. പ്രത്യേകിച്ച് SST സോഷ്യൽ സ്റ്റഡീസ് പോലത്തെ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് വലിയ എസ്സേസ് ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. നിങ്ങൾ ടു ദ പോയിന്റ് ആയിട്ട് കൃത്യമായിട്ട് പോയിന്റ് ഇട്ടിട്ടുള്ള ആൻസേഴ്സ് എഴുതാനായിട്ട് ശ്രമിക്കുക. കുറേ വലിച്ചു വാരി എഴുതുന്ന ഒരുപാട് പേരുണ്ട്. സാറും അത്തരത്തിലുള്ള ഒരാളായിരുന്നു. വലിച്ച് വാരി എഴുതിയാലും മാർക്ക് കിട്ടും, പക്ഷെ അതിനേക്കാൾ ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്. ടു ദ പോയിന്റ് കൃത്യമായിട്ടുള്ള ചോദ്യത്തിന് അനുസൃതമായിട്ടുള്ള ആൻസേഴ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് സമയവും ലാഭിക്കാം, അതുപോലെ തന്നെ കിട്ടുന്ന മാർക്കും ഈക്വൽ ആയിരിക്കും. ഫുൾ മാർക്ക് തന്നെ കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, എക്സാം എഴുതുന്നവർ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ, ആദ്യത്തെ എല്ലാ ക്വസ്റ്റ്യൻ ആണെങ്കിലും ടു ദ പോയിന്റ് ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക. ആദ്യത്തെ പോയിന്റ് സെറ്റിലെ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് സാറ് ചെയ്യണ കണ്ടിട്ടുണ്ട്. പണ്ട് സാറും ചെയ്തിരുന്ന സംഭവമാണ് അണ്ടർലൈൻ കീ പോയിന്റ്സ് ആൻഡ് ഫോർമുലാസ്. ഇപ്പോൾ മാത്സിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനുള്ള ചാപ്റ്റർ എടുത്തു. അതിൽ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഈ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെ ബേസ് ചെയ്തിട്ടൊരു ചോദ്യം വന്നു. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എന്തായാലും ആ ഇക്വേഷൻ നിങ്ങൾ എഴുതാണ്ടിരിക്കില്ല. ഇക്വേഷൻ എഴുതാതെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. മൈൻഡിലുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾ എന്തായാലും ആ ഒരു ഫോർമുല എഴുതുന്നുണ്ടാവും. ഫോർമുല എഴുതുന്ന സമയത്ത് എന്താ ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇൻവിജിലേറ്റർക്ക് കൊള്ളാല് കുട്ടിയെന്നുകൊണ്ട് ഫുൾ മാർക്ക് ഇട്ട് കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ അണ്ടർലൈൻ കീ പോയിന്റ്സ് ആൻഡ് ഫോർമുലയാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, വായിച്ചാൽ തന്നെ മനസ്സിലാവും. യൂസ് പ്രോപ്പർ സ്റ്റെപ്സ് ആൻഡ് ഡയഗ്രാം. ഫിസിക്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഡയഗ്രാം, ഗ്രാഫ് അതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. മാത്സിൽ ഇല്ലായിട്ട് ഡയഗ്രാം ഒന്നും വരാറില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഡയഗ്രാം തന്നെ തിരിച്ച് നമ്മുടെ ആൻസർ ഷീറ്റിൽ വരയ്ക്കാൻ തന്നെയാണ് ഉണ്ടാവാറ്. സോ ഫിസിക്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള ഗ്രാഫും ഡയഗ്രാംസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് പ്രോപ്പർ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഓരോ ആൻസേഴ്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ബാലികാറാമലയൊന്നല്ല മക്കളെ ഈ എക്സാംസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഒരു എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷെ നാളെ നിങ്ങൾക്ക് തിരിച്ചു വരാം, കംബാക്ക് നടത്തിയിട്ട് അടിപൊളിയായിട്ട് നല്ല മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇത് ഞാൻ അത്ര സ്ട്രെസ്ഫുൾ ആയിട്ട് പറയില്ല, കാരണം സാറിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങും അത്ര നല്ലതൊന്നുമല്ല. നോക്കിയാൽ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, സാർ അത്ര നല്ല ഭംഗിയൊന്നും എഴുതിയിട്ടില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. എന്നാൽ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭംഗിയാക്കാൻ ശ്രമിക്കുക. എങ്കിൽ കൂടി നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പോൾ ആൻസർ ഷീറ്റ് ഒരുപാട് വെട്ടും കുത്തുകളൊന്നും ഇല്ലാതെ എഴുതാനായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അത് ഉണ്ടെങ്കിൽ തന്നെ ഇൻവിജിലേറ്റർ കയ്യിൽ നോക്കുന്ന ആൾക്ക് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ശ്രദ്ധിക്കുക. ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടോ, അച്ചടി ഭാഷ പോലെ തന്നെ ഇങ്ങനെ എഴുതണമെന്ന് സാറ് പറയില്ല, പക്ഷേ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. CBSE മക്കൾ ഒരിക്കലും ഹാൻഡ് റൈറ്റിൻ്റെ കേസിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് സാറിന് അറിയാം. അപ്പോൾ ഒരുപാട് ഞാൻ സ്ട്രെസ് ചെയ്തിട്ട് പറയില്ല. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോളൂ. അടുത്ത പോയിന്റ് കിണ്ണം കാച്ചിയ പോയിന്റ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക. എക്സാമിന് എഴുതുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ്. അതെന്താ സാറേ എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ അറിയണ്ടേ? എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ അറിയാത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അതായത് അറിയാത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടുമോ? ഫുൾ മാർക്ക് കിട്ടില്ല. ചിലപ്പോൾ അല്ല ഇക്വേഷനൊക്കെയോ, ഇപ്പോൾ മാത്സിൻ്റെ കേസിൽ nth ടേം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, ആൻസർ അറിയില്ല, പക്ഷേ ആ ഇക്വേഷൻ അറിയാം. ആ ഇക്വേഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാർക്കെങ്കിലും കിട്ടും. ഒന്നും കിട്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലും മാർക്ക് കിട്ടുന്നത്? പാർഷ്യൽ മാർക്സ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓർ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് എഴുതാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. തുടങ്ങിയ 5 പോയിന്റ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാം ഫിയർ എന്ന് പറയുന്ന ആ ഒരു വില്ലനെ പിടിച്ച് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഇതുപോലെ രസകരമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ ഓൾ. താങ്ക് യു.